ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു CS റാങ്ക് കളിച്ചതിൻ്റെ ഒരു ക്ലിപ്പാണ് ഗൈസ്. ഇപ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്മനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ ആ മാച്ച് ഫുള്ള് 4 റൗണ്ടും എയ്സ് എടുത്തത്. അതായത് 4 റൗണ്ടും നമ്മൾ മാത്രം എയ്സ് എടുത്തു, ബാക്കി എല്ലാവർക്കും പോയിച്ചിങ്ങില്ല. അങ്ങനെ നമ്മൾ കളി ജയിപ്പിച്ചൊരു മാച്ചാണ് ഗൈസ്. ഗൈസ്, ഇതെല്ലാം എൻ്റെ അക്കൗണ്ട് വേറെയാണ്. ആ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. കാണിച്ചിട്ടെ. ഇതാണ് ഗൈസ് എൻ്റെ അക്കൗണ്ട് ബാനാണ്. എൻ്റെ അക്കൗണ്ട് ബാനായി ഗൈസ് 30 ദിവസത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഈ ന്യൂബ് അക്കൗണ്ടിൽ കളിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വലിയ കളക്ഷനൊന്നുമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഈ അക്കൗണ്ടിൽ ഞാൻ റിക്വസ്റ്റ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇതാണ് ഗൈസ് എൻ്റെ ID. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ നമുക്കെന്താ, ഇനിയും വീഡിയോ വരും. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഓണാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അതിന് മുമ്പ് ഈ പ്രൊഫൈലൊന്ന് മാറ്റണം. ഈ പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അതുകൊണ്ട് നമുക്ക് ഈ അവതാർ ആദ്യം മാറ്റാം. നമ്മുടെ ഓൾഡ് അവതാർ ആദമില്ല ഈ അക്കൗണ്ടിൽ. 2 years ഓൾഡാണ്, ബട്ട് ആദമില്ല. അത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ കാണാം. ഈ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു എനിമിനെ സ്പോട്ട് ചെയ്ത് 250 കൊടുത്തപ്പോഴത്തേക്കും അവൻ ഡൗൺ ആയി. കാരണം ഇത്രയും ഞാൻ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത ക്ലിപ്പൊക്കെ അങ്ങനെയാണ് ഗീസ്. അത് ഒരുത്തൻ റഷ് ചെയ്ത് കയറി വന്നു. അവനൊരു 37 കൊടുത്തു. ഞാൻ 1 ടാപ്പ് ട്രൈ ചെയ്താണ് ഗീസ്, കൊള്ളുന്നില്ല. എൻ്റെ HP 26 ആയപ്പോഴത്തേക്ക് അവൻ ഫ്രണ്ടായി. അപ്പോഴത്തേക്ക് ഞാനൊരു 50 കൊടുത്തു. ഞാൻ വിചാരിച്ചാൽ ഫ്രണ്ട് ആയതാണെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഗീസ് അവൻ എന്നെ അടിച്ചിട്ടിട്ടു പോയി കളഞ്ഞു ഗീസ്. അങ്ങനെ ഇപ്പോൾ 0-1 സ്കോറായി ഗീസ്. ഗീസ് അടുത്ത റൗണ്ടിൽ ഗീസ് ഞാനിവിടെ എൻ്റെ ഒരു അപ്പുറത്തെ ഒരു നോക്കുണ്ട്. എൻ്റെ 2 ടീമേറ്റും ചത്തു. അവൻ പിന്നെ ഇവിടുന്ന് ലോങ്ങിൽ ചെറിയ ഡാമേജ് കൊടുക്കുന്നുണ്ട്, പിന്നെ അവിടെ പൊക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സംഭവം ലോഡ് ഔട്ട് ഞാൻ നശിപ്പിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഇവിടെ എനിമി റഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അവനെ അടിച്ചിട്ടു. അങ്ങനെ ഇവിടെ 1v3 സിറ്റുവേഷനായി. ഇങ്ങോട്ട് കയറി വന്ന ഒരുത്തനെ ഞാൻ അപ്പം തന്നെ കയറി വന്നപ്പോൾ നോക്കായി. പിന്നെ ഒരു പെണ്ണുമ്പിള്ളയുണ്ട്. എന്നാൽ പെണ്ണുമ്പിള്ളേനെ നമ്മൾ നോക്കിട്ടു. പിന്നെ അവിടെ നിന്ന് ഞാൻ സോൺ പെട്ട് ചാവുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി. മെഡിക്കേറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഇവിടെ അവൻ ഇറങ്ങി വന്നു. അപ്പോൾ അടിച്ചില്ല, കൊണ്ടില്ല. പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് റഷ് ചെയ്ത് എന്നെ അടിക്കാൻ വന്നു. ഞാൻ ചാടി അവനെ അടിച്ചിട്ടു ഗൈസ്. അങ്ങനെ ഏസ് നമ്പർ 1 ഒരു ഏസായി ഗൈസ്. ഇപ്പോൾ 1-1 സ്കോറ്. അപ്പോൾ റൗണ്ട് 3. അടുത്ത റൗണ്ട് ഞാൻ നമ്മുടെ AW എടുത്ത് ഗൈസ്. AW MP5 എടുത്ത് ഇവിടുന്ന് നോക്കുകയാണ് ഗൈസ്. MP5 ലെവൽ 3 ആണ് ഗൈസ്. പിന്നെ എൻ്റെ ടീമേറ്റ് അവിടെ ചത്ത്. പിന്നെ അപ്പോൾ അവനെ പൊക്കാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ടീമേറ്റ് പൊക്കുമെന്ന് പറഞ്ഞ് പോയപ്പോൾ, എൻ്റെ ടീമേറ്റ് അല്ല പൊക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോൾ പക്ഷേ പൊക്കിയില്ല. അവൻ ചത്തില്ല. അത് അവനവിടെ ഇപ്പുണ്ട്. പിന്നെ ഞാൻ മറ്റേ ക്യാരറ്റ് സ്കില്ലൊക്കെ ഇട്ട് ഇങ്ങോട്ട് കയറി വന്നു. ചാടി അടിക്കാൻ നോക്കി, അത് കൊണ്ടില്ല. പിന്നെ താഴെ ഇറങ്ങിയിട്ട് ഞാൻ കുത്തിപ്പിടിച്ച് അവനെടുത്തു. പിന്നെ ഗൈസ് ഞാനിവിടെ ഒരു 2 എനിമീൻ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്മാരെ അടിക്കണമെന്ന് വിചാരിച്ച് ഇവിടെ നോക്കുമ്പോൾ അവൻ വേറെ എനിമി അങ്ങോട്ട് പോയി. ഇങ്ങോട്ടേക്ക് ഒരു പെണ്ണുമ്പിള്ളയും വന്നു. ആ പെണ്ണുമ്പിള്ളേനെ നമ്മൾ അടിച്ച് നോക്കിയിട്ട് ഇവിടെ തറയിൽ കിടത്തി വെച്ചു, ഫിനിഷിങ് ചെയ്തു. നമ്മൾ മെഡിക്കറ്റ് അടിച്ചത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 2 പേരുണ്ട്. ഒരുത്തൻ ജനലിൽ കൂടെ പീക്ക് വന്നപ്പോൾ ഞാൻ അവനെ അടിച്ചിട്ടു. പിന്നെ റിയൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടവനായിരുന്നു. അവന് 25 കൊടുത്തപ്പോഴത്തേക്കും അവൻ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടത്തില്ലല്ലോ, നമ്മൾ അടിച്ചിട്ട്. അങ്ങനെ നമ്പർ 2 ആയി. അങ്ങനെ നമുക്ക് റൗണ്ട് 4 2-1 സ്കോർ. പിന്നെ ഞാൻ ഇവിടെ AW വെച്ച് എയിം ചെയ്തുകൊണ്ടിരുന്നു. ഒരുത്തനും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവൻ ഓടിച്ചെന്നപ്പോൾ അവനൊരു 150 കൊടുത്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ബഗ് അടിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുത്തൻ ഇങ്ങോട്ടേക്ക് നമ്മുടെ അടിക്കാൻ റഷ് ചെയ്ത് വന്നു. അവനെ ഫിനിഷും നമ്മൾ ചെയ്തു. പിന്നെ വേറെ ആരും അടിക്കാണ്ടിരിക്കാൻ ഗ്ലോൾ ഇട്ടു. അപ്പോഴത്തേക്ക് ഇവിടെ ഒരുത്തി ചുമ്മാ നിൽക്കുന്നു ഓപ്പണിൽ കയറി. അവളെ ഞാൻ അടിച്ചു എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷെ എനിക്ക് കില്ല് കിട്ടി. പിന്നെ മണ്ടേ കയറി വന്നപ്പോഴത്തേക്ക് ശിവയുടെ ഒരുത്തനുണ്ടായിരുന്നു. അവന് നല്ല ഡാമേജ് കൊടുത്ത് പിന്നെ അവനെ നമ്മൾ നോക്കിയിട്ട് ഗൈസ്.
പിന്നെ അവനെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നോക്കുമ്പോൾ പിന്നെ 1v1 സിറ്റുവേഷനായി. ഇപ്പോൾ അവൻ അപ്പുറത്ത് നമ്മുടെ സ്പോണിൽ നിൽക്കുമായിരുന്നു ഗൈസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് പൊക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പൊക്കിയില്ല ഗൈസ്. ഞാനും എന്നെ അടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഗൈസ്. അപ്പോഴത്തേക്കും അവിടെ ചുമ്മാ നൂവാക്ക് അടിച്ചു, നമ്മൾ കുത്തിപ്പിടിച്ചു, അങ്ങനെ അതെടുത്തു ഗൈസ്. അയ്യോ ഗൈസ്, ചെറിയൊരു പ്രശ്നം, അത് കുഴപ്പമില്ല. നിങ്ങൾ ഈ ഫേസ് നമ്പർ 3 ഗൈസ്. ഇപ്പോൾ 3-1 സ്കോർ, 3-1 അടുത്തത് നമ്മളിത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്നെ പൂര തല്ല് എന്തോ ആയത്തിന് അവൻ്റെ ലാസ്റ്റ് 2 ബുള്ളറ്റ് പോയില്ല. അതുകൊണ്ട് ഞാൻ കുത്തിപ്പിടിച്ച് അവനെടുത്തു. ബാക്കിൽ എൻ്റെ ടീംമേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പഠിച്ചോ കുറച്ച് തൊട്ടപ്പോൾ തന്നെ അവൻ ചത്തു. അടുത്ത് കഴിച്ച് ഞാനിവിടെ താഴെ എനിമി ഉണ്ടെന്നൊക്കെ ഞാൻ ചെറുതായിട്ട് കണ്ട്. അതിൽ ഞാൻ അത് നോക്കാൻ പോയില്ല. ഞാനെന്തായാലും ഇങ്ങോട്ട് വന്ന് എൻ്റെ ടീംമേറ്റിനെ പൊക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഫിനിഷ് ചെയ്ത് കളഞ്ഞ് എനിമി. പിന്നെ അവൻ എന്തൊക്കെയോ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അത് എൻ്റെ മേത്ത് വർക്കായില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അവൻ ചെറിയൊരു പീക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ അവനെ അങ്ങനെ അടിച്ചിട്ടു, അവിടെ ഉറക്കി അങ്ങ് അവിടെ വിട്ടു. പിന്നെ ഞാൻ ഇവിടെ ഒരു 8 കൊടുത്തു. പിന്നെ തന്നെ AWM വെച്ചത് ഒരു ചോടി വന്നുണ്ടെന്ന് അവൾക്ക് കൊടുത്ത്. 2 ഷോട്ടും കൊണ്ടില്ല. ഈ കളി ഞാൻ ഫുൾ MP5 വെച്ചാണ് കില്ലെടുക്കുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഒരു ലോങ് നിന്നപ്പോൾ അവളെ ഞാൻ ഡാമേജ് അവൾക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുത്തിപ്പിടിച്ചപ്പോൾ കിട്ടി. അങ്ങനെ ലാസ്റ്റത്തെ എനിമിയാണ് ഗൈസ് നിൽക്കുന്നത്. അത് കുറച്ച് ടഫായിരുന്നു ഗൈസ്. ഞാൻ കുറച്ച് ടെൻഷനായി. അങ്ങനെ ഗൈസ് നമ്മൾ ലാസ്റ്റ് എനിമിനെ എടുത്ത് നമ്മൾ 4 ഏസ് എടുത്ത് പവർ കാണിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളിത് ലോബിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ റീപ്ലേ ആണ് കാണിച്ചത്, ഞാൻ ഗെയിമിൽ അത് റെക്കോർഡ് ചെയ്തില്ല. അത് ഒരു ഇതാണ് കോയിൻസിഡൻസ് ആയിട്ട് നടന്നതാണ്. ഗൈസ് ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും നന്നായിട്ട് കഴിയുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒന്നുമില്ല ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു, നാളെ കാണാം.